Good morning to all of you. Equivalent units of production. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ടോപ്പിക്. ദിസ് ഇസ് പാർട്ട് ഓഫ് യുവർ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ ഭാഗമാണ്. പ്രോസസ് കോസ്റ്റിംഗ്, ആസ് ഓൾ ഓഫ് യു നോ, ജോബിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വ്യത്യസ്തം? ജോബ്, ബാച്ച്, ദീസ് ആർ ബേസിക്കലി സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്. എസ്പെഷ്യലി ജോബ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. വേറസ് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ ഓർഡർ കിട്ടിയിട്ടല്ല നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി മോസ്റ്റ് കോമൺലി യൂസ് പ്രോഡക്ട്സ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു സോപ്പ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, ദീസ് ആർ മാനുഫാക്ചർഡ് ഇൻ പ്രോസസ്സസ്. കണ്ടിന്യൂസ് പ്രോസസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓർഡർ കിട്ടിയിട്ടല്ല കമ്പനി സോപ്പ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുന്നത്. സോ ദാറ്റ്സ് എ ബേസിക് ഡിഫറൻസ്. അപ്പം അത് പറയാനുള്ളതിന് കാരണം, വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഇസ്, സിൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, ഓൺ എ ഇയർ എൻഡ്, ഒരു ഇയർ എൻഡിങ് ഡേയിൽ ദർ വിൽ ബി സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആസ് വെൽ ആസ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. എല്ലാ ദിവസവും ഒരു ദിവസം അവസാനം എടുത്ത് നോക്കുമ്പോൾ കംപ്ലീറ്റഡ് ഗുഡ്സ് മാത്രമായിരിക്കണം എന്നില്ല, വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ടാകും. ദാറ്റ് അപ്ലൈസ് ടു ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദ ഇയർ ആസ് വെൽ. സോ അസ്യൂം ഇറ്റ് ഇസ് 31st March. 31st March എന്നുള്ള ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ യു വിൽ ഹാവ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വരാനുള്ള റീസൺ ബിക്കോസ് ഇറ്റ് ഇസ് പ്രോസസ്. ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആയതുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാ കോസ്റ്റിംഗ് ടെക്നീക്കും പഠിക്കുന്നതിൻ്റെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഇസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ യൂണിറ്റ് കോസ്റ്റ്. ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വരും എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ അതിന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുക കോസ്റ്റ് പെർ യൂണിറ്റ്. എങ്ങനെയാണ് കാണുക? വി കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ടോട്ടൽ കോസ്റ്റിന് എന്ത് ചെയ്യും? നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് മീ ഷോ യു സംതിങ്. സോ പ്രോസസ് കോസ്റ്റിംഗ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, വൺ ഇസ് ദർ ഇസ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ? പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സും ഉണ്ടാവും, വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ടാവും. We need to find out what is the average unit cost. Average unit cost ആണ് cost per unit ആണ്. Cost per unit എങ്ങനെയാണ് കാണുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. ടോട്ടൽ കോസ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് കിട്ടി. ഓക്കെ, സോ ഗിവിംഗ് an example, if 2000 finished goods are manufactured at a cost of rupees 4000, 4000 രൂപയ്ക്ക് 2000 ഗുഡ്സ്, കംപ്ലീറ്റഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണും? ടോട്ടൽ കോസ്റ്റ് ഇസ് 4000 ഡിവൈഡഡ് ബൈ 2000 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ₹2. ദാറ്റ് ഈസ് യുവർ കോസ്റ്റ് പെർ യൂണിറ്റ്. ക്ലിയർ? നൗ ദിസ് ഈസ് എ സിറ്റുവേഷൻ വേർ ദർ ഇസ് നോ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഇല്ലാത്ത സമയത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നൗ ഐ എം ഗിവിംഗ് അനദർ എക്സാമ്പിൾ. ഇഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിംഗ് ഇസ് ₹6000, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 6000. We have manufactured 4000 units, which is 100% complete. 4000 യൂണിറ്റ് 100% ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. 100% കംപ്ലീറ്റ് ആയത് പ്രൊഡക്ഷൻ. ദാറ്റ് ഇസ് ഫിനിഷ്ഡ് ഗുഡ്സ്. ആൻഡ് 2000 യൂണിറ്റ്സ് വിച്ച് ഇസ് 25% കംപ്ലീറ്റ്. 2000 യൂണിറ്റ് എത്രയേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ? 25% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ആയ 6000നെ ഞാൻ 4000 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ, 2000 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ, അതോ 4000 2000 കൂടെ കൂട്ടി 6000, ഈ 6000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതാണ് ചോദ്യം. മനസ്സിലായോ? സോ ഇഫ് മൈ ടോട്ടൽ കോസ്റ്റ് is 6000 and I have manufactured 4000 units complete and 2000 units partially, അങ്ങനെയാണെങ്കിൽ 6000 രൂപയെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് യൂണിറ്റ്സ് 4000 എടുക്കണോ, 2000 എടുക്കണോ, അതോ 4 × 6000 എടുക്കണോ, അതോ വേറെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കണോ? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. Okay, so cost per unit is 6000 by 4000 1.5 ആണോ, 6000 divided by 6000 1 ആണോ? Is this right or is this right? ഇത് രണ്ടും തെറ്റാണ്. Both are wrong. So കറക്റ്റ് എങ്ങനെയാണ്? കറക്റ്റ് കാണാനാണ് we need to find equivalent units of
പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈക്വലന്റ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 4000 യൂണിറ്റ് 100% കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈക്വലന്റ് യൂണിറ്റ് 4000 itself. 2000 യൂണിറ്റ് 25% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ ദാറ്റ് ഇസ് 2000 into 25. 500 കംപ്ലീറ്റഡ് യൂണിറ്റ്സിന് ഈക്വലന്റ് ആണ് 2000 യൂണിറ്റ്സ് 25% കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 4500 വന്നു. ഓക്കെ, അപ്പോൾ 6000 എന്ന് പറയുന്നത് 4500 ഈക്വലന്റ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ടായ ചെലവാണ്. So what is your cost per unit is 1.33. Clear? Okay. Now let's correct all these. Now look at a very simple way of expressing the same logic. 2 half completed units. ഇവിടെ രണ്ടെണ്ണം കാണുന്നുണ്ട്. ഒന്ന് അര മഗ് വെള്ളം, വേറൊന്നിലും അര മഗ് വെള്ളം. is both put together is equal to 1 full mug of water. അല്ലെ, ഒരു ജാറിൽ പകുതി നിറച്ച വെള്ളം, പകുതി വെള്ളം നിറച്ചിരിക്കുന്നു, അങ്ങനത്തെ 2 ജാറുകൾ, അത് is equal to 1 full jar of water എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This is the logic of equivalent units. We are not saying ഇത് രണ്ടും കൂടെ ചേരുന്നത് ഇതിന് സെയിം ആണെന്നല്ല നമ്മൾ പറയുന്നത്, ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ വൈസ് 2 പകുതി മാനുഫാക്ചർ ചെയ്തത് ഒരു മുഴുവൻ മാനുഫാക്ചർ ചെയ്തതിന് ഈക്വലന്റ് ആണ്. That is the meaning. Okay. There is another example given at the bottom. So 10,000 units, 70% complete. 10,000 units 70% complete ആയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ that is equivalent to 7,000 units. 10,000 into 70%. Okay. If you have understood, try this example. Manufactured 5,000 units, 60% complete. അപ്പോൾ equivalent units എത്രയായി? 5,000 into 60%, that is 3,000 units. 3,000 equivalent units ആയിരിക്കും നമ്മുടെ calculation. Okay. Now let's move on. Having understood the logic, let's look at the definition portion of it. Okay. എന്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കുക. Equivalent production units represent the notional quantity of completed units. So I'll highlight the important portion. Notional quantity of completed units. യഥാർത്ഥ ക്വാണ്ടിറ്റി അല്ല, എന്താണ്? നോഷണൽ ക്വാണ്ടിറ്റി ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒബ്റ്റെയിൻ ഫോർ ആൻ, അത് ഏതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഫോർ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ആൻ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ്. എന്തിനു വേണ്ടിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നോഷണൽ ക്വാണ്ടിറ്റി, നോഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 500 കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ആയിരുന്നു. നോഷണൽ ക്വാണ്ടിറ്റി ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് 500. വേറെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ് എത്രയായിരുന്നു? 2000 യൂണിറ്റ്സ് 25% കംപ്ലീറ്റ്. So actual quantity of incomplete units is 2000, 25%. Notional quantity of completed units എന്ന് പറയുന്നത് that is your 500. Okay. ഇത് ഇനിയിപ്പോ ഒന്ന് നോക്കിക്കേ, ആദ്യം ആ ഡെഫിനിഷൻ ആദ്യ അവസാനം ഒന്നുകൂടെ നോക്കിയാൽ മനസ്സിലാവും. ഈക്വലന്റ് യൂണിറ്റ്സ് റെപ്രസെന്റ്, ഈക്വലന്റ് യൂണിറ്റ്സ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ 2 കാര്യങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്തത്. അതായത് നോഷണൽ ക്വാണ്ടിറ്റി ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സിനെ എന്തിനു പകരമായിട്ട് വെക്കുന്നു? ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സിന് പകരമായി വെക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനാണ് ഈക്വലന്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഹൗ ഡു യു കാൽക്കുലേറ്റ് ഈക്വലന്റ് യൂണിറ്റ്സ്? അതാണ് അവിടെ താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ. ഈക്വലന്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ പ്രോഗ്രസ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ പ്രോഗ്രസ് എത്രയാ? 2000 യൂണിറ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ്. എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 25%. അപ്പം 2000 into 25%, that will be, so this is the substitution of values. Okay. 500 ആണ് equivalent completed units. Number of units in progress is 2000. Percentage of work completed is 25. That's how you get the equivalent units of production. Okay. Now let's move on to the next one. For calculation of equivalent production, there are basically 3 steps. അതായത് നേച്ചർ ഓഫ് യൂണിറ്റ്സ് ഏതൊക്കെ തരത്തിലുള്ളതാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 1
ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വരും, 2 ഫിനിഷ്ഡ് ഗുഡ്സ് വരും, 3 ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വരും. ഇത് മൂന്നും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3 എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിന് ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. സ്റ്റേറ്റ് ദ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് in equivalent completed units by applying the percentage of work needed to complete the unfinished work of the previous period. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പോവുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ we said 2000 units 25% completed എന്നാണ് പറഞ്ഞത്. assume this is your opening work in progress. ഇത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ലെറ്റ് മീ ക്ലിയർ. എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ. എന്നിട്ട് ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ്സ് 25% കംപ്ലീറ്റഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? അത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകാൻ ഇനി എത്ര പെർസെൻറ്റേജ് കൂടെ വേണം? 75% വേണം. അപ്പോൾ നമ്മൾ ഈ വർഷം ഈക്വലന്റ് യൂണിറ്റ്സ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണുന്നത് 2000 ഇൻറ്റു സെന്റൻസ് ഓർത്താൽ മതി, പെർസെൻറ്റേജ് ഓഫ് വർക്ക് നീഡഡ് ടു കംപ്ലീറ്റ് ദ അൺഫിനിഷ്ഡ് വർക്ക്. തീരാൻ എത്രയും കൂടെ വേണം? 75% വേണം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്രയായി? 1500. അതാണ് ഈ വർഷത്തേക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഈക്വലന്റ് യൂണിറ്റ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഐ വിൽ റിപ്പീറ്റ്. State the opening work in progress in equivalent completed units by applying the percentage of work needed to complete. തീരാൻ എത്ര വേണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്നതായിരിക്കും ഈക്വലന്റ് യൂണിറ്റ്സ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് സ്റ്റേജ് എന്താ ഞാൻ പറഞ്ഞേ? സെക്കൻഡ് പോയിന്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരുന്നു അല്ലേ? സെക്കൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു നോക്കുക. അസർടെയിൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡ്. ഈ വർഷം തുടങ്ങി ഈ വർഷം തീർത്തത് എത്ര യൂണിറ്റ്? അതാണ് നമ്മുടെ ഈ വർഷത്തെ ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, അസർടെയിൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് സ്റ്റാർട്ടഡ് ആൻഡ് കംപ്ലീറ്റഡ്. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഞാൻ 30,000 യൂണിറ്റ് ഈ വർഷം തുടങ്ങി. അവസാനം ഒരു 5000 യൂണിറ്റ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട് എന്നിരിക്കട്ടെ. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? തുടങ്ങിയതിൽ 5000 മാത്രമേ തീർക്കാതുള്ളൂ, ബാക്കി 25,000 എന്ത് ചെയ്തു കഴിഞ്ഞു? തീർത്തു കഴിഞ്ഞു. അതാണ് അവിടെ പറയുന്നത്. Look at that. How do you calculate unit started and completed? Unit started less closing stock. എത്ര തുടങ്ങിയോ അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ you will get the finished goods. അത് അതേപടി തന്നെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ കൂടെ ആഡ് ചെയ്യാം. അതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. ആഡ് ദീസ് യൂണിറ്റ്സ് ടു ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റഡ് ഇൻ 1. ഒന്നിൽ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ എത്രയാണോ അതിന്റെ കൂടെ ഇത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? ആഡ് ടു ദ എബവ്. എല്ലാം ആഡിങ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ആഡിങ് ആണ്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ആഡിങ് ആണ്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ആഡിങ് ആണ്. Add to the above equivalent completed units of closing work in progress to get the equivalent production. ഈ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഈക്വലന്റ് യൂണിറ്റ്സ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ലെറ്റ്സ് അസ്യൂം, നേരത്തെ നമ്മൾ എത്രയിലൂടെ എന്നെ ഓർക്കുന്നില്ല എനിക്ക് ആ നമ്പർ. സോ ഐ എം അസ്യൂമിങ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 6000 യൂണിറ്റ്സ് വിച്ച് ഇസ് 30% കംപ്ലീറ്റ് എന്നാണെന്നിരിക്കട്ടെ. അതിന്റെ അർത്ഥം എന്താ? 6000 യൂണിറ്റിന്റെ 30% വർക്ക് ഈ വർഷമാണ് ചെയ്തത് എന്നാണല്ലോ. അപ്പൊ ആ 30% എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ 6000 ഇൻറ്റു 30% എന്ന് പറയുന്നത് 1800 വരും. അത് ഏതിന്റെ കൂടെ ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും രണ്ടാമത് കണ്ട ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും കൂടെ ആഡ് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെ 3 സ്റ്റെപ്പിലൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ ഈക്വലന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉള്ള വ്യത്യാസം എത്ര പേർക്ക് മനസ്സിലായെന്ന് നോക്കിയേ. ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഇനി എത്ര തീരാനുണ്ടായിരുന്നോ അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. എത്ര തീരാനുണ്ടായിരുന്നോ. ക്ലോസിംഗ് സ്റ്റോക്കിലോ എത്ര തീർന്നോ അതാണ് ആഡ് ചെയ്തത്. കാരണം അത്രയും നമ്മൾ ഈ വർഷം കാൽക്കുലേറ്റ് ചെയ്ത് ആയതുകൊണ്ട്. ഹോപ്പ് ദാറ്റ് ക്ലാരിഫൈസ്. ഓക്കെ,
With this, we will stop the first video. Second video will, and problem calculation I will explain with 1 or 2 problems. Okay.